വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ റിലേഷണൽ ഓൾജിബ്രാനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ എന്താണ് റിലേഷണൽ ഓൾജിബ്ര എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഡാറ്റാബേസിൽ നമ്മൾ റിലേഷൻ, അതായത് ടേബിൾസൊക്കെ ആയിട്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു റിലേഷനിലെ ഫുൾ ഡാറ്റേനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു റിലേഷനിൽ മാനിപ്പുലേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയാം. ദ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദ എൻറ്റയർ റിലേഷൻസ് ഓഫ് എ ഡാറ്റാബേസ് ഈസ് നോൺ ആസ് റിലേഷണൽ ഓൾജിബ്ര. ഇനി നമുക്ക് ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ നമുക്കൊരു ലാംഗ്വേജ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ ക്വറി ലാംഗ്വേജ് എന്ന് പറയാം. ദീസ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെഷ്യൽ ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് ദ റിലേഷണൽ മോഡൽ കോൾഡ് ക്വറി ലാംഗ്വേജ്. അപ്പോൾ ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് എഴുതും. ആ എഴുതുന്ന ഓപ്പറേഷൻസിനനുസരിച്ച് നമുക്ക് നമ്മളുടെ റിലേഷൻ, അതായത് ടേബിളിൽ ഉള്ള ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെ ഓപ്പറേഷൻസാണ് ഈ റിലേഷണൽ ഓൾജിബ്ര? അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ ഓപ്പറേഷൻ, ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസൊക്കെ എഴുതാനുള്ള രീതിക്ക് വരും. അപ്പോൾ നമുക്കത് പഠിക്കണം. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്പറേഷനാണ് സെലക്ട് ഓപ്പറേഷൻ. അപ്പോൾ നോക്കാം. സെലക്ട് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കൊരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ റോസാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഒരു സ്റ്റുഡൻ്റ് റിലേഷൻ, ഈ ടേബിൾ 8.2, ഈ സ്റ്റുഡൻ്റ് റിലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയണത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം വേണം, അതായത് റിസൾട്ട് EHS ആയിട്ടുള്ള കുട്ടികളെ മാത്രം വേണം, അല്ലെങ്കിൽ ബാച്ച് കോഡ് S2 ആയിട്ടുള്ള കുട്ടികളെ മാത്രം വേണം. അപ്പോൾ അത് നമ്മുടെ കണ്ടീഷനാണ്. അപ്പോൾ അത്രയും കുട്ടികളെ മാത്രം നമുക്ക് കണ്ടാൽ മതി. എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം മതി എന്ന് പറയുമ്പോൾ റിസൾട്ട് EHS ആയിട്ടുള്ള കുട്ടികളെ മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ 101, അതുപോലെ 102, അതുപോലെ 105, 106, 108 ഇത്രയും കുട്ടികളെ കണ്ടാൽ മതി. ബാക്കി നോട്ട് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളൊന്നും കാണണ്ട. അപ്പോൾ ഇത് നമ്മുടെ കണ്ടീഷനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വേറൊരു റിസൾട്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സെലക്റ്റീവായിട്ടുള്ള കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് റോസിനെ മാത്രം കാണിച്ചു തരാനായിട്ടാണ് സെലക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സെലക്ട് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു സെലക്ട് റോസ് ഫ്രം എ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ദ പ്രെഡിക്കേറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് കണ്ടീഷൻ ടു സെലക്ട് റോസ് ഓഫ് യൂസേഴ്സ് ചോയ്സ്. നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ പറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. പിന്നെ സെലക്ട് ഓപ്പറേഷൻ എന്താ നമ്മൾ പറഞ്ഞു, നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച്, നമ്മളുടെ പ്രെഡിക്കേറ്റ് അനുസരിച്ച് കുറച്ച് റോസിനെ മാത്രം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഓപ്പറേഷനെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് സിഗ്മ. ഇവിടെ തന്നിട്ടുണ്ട്. ദിസ് ഓപ്പറേഷൻ ഈസ് ഡിനോട്ടഡ് യൂസിങ് ലോവർ കേസ് ലെറ്റർ സിഗ്മ. സിഗ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം സിഗ്മ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു സെലക്ട് ഓപ്പറേഷൻ നടത്താം. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ്, ഒരു സ്ട്രക്ചറാണ് സിഗ്മ. ആ ഒരു സിമ്പൽ എഴുതുക, അതിൻ്റെ തൊട്ട് താഴെ സഫിക്സ് ആയിട്ട് കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ എഴുതുക, ബ്രാക്കറ്റിൽ ഏതാണോ നമ്മുടെ റിലേഷൻ, ഏതാണ് നമ്മുടെ ടേബിൾ, ആ ടേബിളിൻ്റെ പേര് എഴുതുക, റിലേഷൻ. അപ്പോൾ സിഗ്മ കണ്ടീഷൻ റിലേഷൻ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമ്മൾ ഓപ്പറേഷൻ എഴുതുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ടായിട്ട് നമുക്ക് കാണേണ്ട റോസ് നമുക്ക് കാണിച്ചു തരും. ഇനി ഈ ഒരു സെലക്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് ഉണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം വേണമെന്നായിരിക്കാം. മാർക്ക് 80 മാർക്കിന് താഴെയുള്ള കുട്ടികൾ വേണമെന്ന് പറയാം, 80 മാർക്കിന് കൂടുതലുള്ള കുട്ടികൾ വേണമെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ആൻഡ്, ഓർ, നോട്ട് ഇതുപോലെയുള്ള സിമ്പലുകളും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ കണ്ടീഷൻ ഉള്ളത് അത് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ സ്റ്റുഡൻറ്റ് റിലേഷനെ നോക്കിയിട്ടാണ് എക്സാമ്പിൾസ് പറയണേ. അപ്പോൾ സ്റ്റുഡൻറ്റ് റിലേഷൻ നമുക്ക് ഇവിടെ നോക്കാം. 8.2 ഈ ഒരു ടേബിളിൽ നിന്നാണ് നമ്മൾക്ക് ഈ ഒരു ഓപ്പറേഷൻസ് ചെയ്യണേ എക്സാമ്പിളായിട്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ 8.1 നോക്കാം. ടു സെലക്ട് ഓൾ സ്റ്റുഡൻസ് ഹൂ ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. എന്താ വേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. ടു സെലക്ട് ഓൾ ദ സ്റ്റുഡൻസ് ഹൂ ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് സെലക്ട് ചെയ്യണം, നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ എഴുതണം. അപ്പോൾ എന്താ വേണ്ടേ? എല്ലാ കുട്ടികളും എലിജിബിൾ ആയിട്ടുള്ളവരായിരിക്കണം അല്ലേ. അപ്പോൾ എന്താ നമ്മളുടെ ഈ സ്റ്റുഡൻറ്റ് റിലേഷനിൽ റിസൾട്ട് EHS ആയിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് കാണേണ്ടത്. അവരാണ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവിടെ മാത്രം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഓപ്പറേഷൻ ചെയ്താം? സിഗ്മ റിസൾട്ട് ഈക്വൽ ടു EHS. സിഗ്മ റിസൾട്ട് ഈക്വൽ ടു EHS ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന റിലേഷനിൽ റിസൾട്ട് EHS ആയിട്ടുള്ള കുട്ടികളെ മാത്രം നമുക്ക് കാണിച്ചു തരും. അത് ഇവിടെ ടേബിൾ 8.4 ഇതാണ് റിസൾട്ട്. കണ്ട, റിസൾട്ട് EHS ആയിട്ടുള്ള കുട്ടികളുടെ മാത്രം റെക്കോർഡുകളാണ്. അവരുടെ റോസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 8.2. ടു സെലക്ട് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ കോമേഴ്സ് ബാച്ച് ഹൂ ആർ ഫെയിൽഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? കോമേഴ്സ് ബാച്ചിലെ ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം കാണണം. കോമേഴ്സ് ബാച്ചിലെ ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികൾ. എക്സാമ്പിൾ 8.1 എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബാച്ച് ഈക്വൽ ടു EHS കൊടുത്തത്. അത്രയും കൊടുത്താൽ മതി അവിടെ സിഗ്മയിൽ. പക്ഷേ എക്സാമ്പിൾ 8.2 എന്താ പറയുന്നത്? കോമേഴ്സ് ബാച്ചും കൂടിയുണ്ട്. കോമേഴ്സ് ബാച്ചും ആയിരിക്കണം, നോട്ട് എലിജിബിളും ആയിരിക്കണം, അതായത് ഫെയിൽഡും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് റിലേഷൻ നോക്കുക. ഇതിൽ കോമേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് എന്താ? ബാച്ച് കോഡിലാണ് കോമേഴ്സ് കൊടുത്തിട്ടുള്ളത്. ബാച്ച് കോഡിൽ C2 ഇതാണ് കോമേഴ്സ്. അപ്പോൾ ബാച്ച് കോഡ് C2 ആയിരിക്കണം, റിസൾട്ട് NHS ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓപ്പറേഷൻ എഴുതാൻ പറ്റും? ഇതാ ഇവിടെയുണ്ട്. സിഗ്മ റിസൾട്ട് ഈക്വൽ ടു NHS ആൻഡിൻ്റെ സിമ്പിളാണ് ഈ ഒരെണ്ണം. ആൻഡ് ബാച്ച് ഈക്വൽ ടു കോമേഴ്സ്. കണ്ട, രണ്ട് കണ്ടീഷൻ അവിടെ എഴുതി. അത് ആൻഡ് എന്ന് വെച്ചാൽ രണ്ടും ട്രൂ ആയിരിക്കണം, അതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു NHS ബാച്ച് ഈക്വൽ ടു കോമേഴ്സ് ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഒരു റെക്കോർഡ് വന്നിട്ടുണ്ട് ടേബിൾ 8.5. ബാച്ച് കോമേഴ്സും റിസൾട്ട് NHSും ആയിട്ടുള്ളത് 104 എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പർ ആയിട്ടുള്ള ആളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 8.3. ടു സെലക്ട് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദ ബാച്ച് സയൻസ് ഓർ കോമേഴ്സ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻസോ കോമേഴ്സോ ആയിട്ടുള്ള ഏത് ബാച്ച് ആയിക്കോട്ടെ അതിലത്തെ എല്ലാ കുട്ടികളെയും നമുക്ക് ലിസ്റ്റ് ചെയ്യണം. സയൻസോ കോമേഴ്സോ രണ്ടിലും വരുന്ന കുട്ടികളായിരിക്കണം. അപ്പം നമുക്ക് രണ്ടിലും വരാനായിട്ട് നമുക്ക് എന്താ വയ്ക്കാൻ പറ്റുക? ഓർ ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ബാച്ച് ഈക്വൽ ടു സയൻസ് ഓർ ബാച്ച് ഈക്വൽ ടു കോമേഴ്സ് ഓഫ് സ്റ്റുഡൻറ്റ് അല്ലേ. ഓർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. സയൻസോ കോമേഴ്സോ ഏത് വേണമെങ്കിലും വരാം. അപ്പം അത്രയും കുട്ടികളുടെ ലിസ്റ്റാണ് ഈ ടേബിൾ 8.6 തന്നിട്ടുള്ളത്. സയൻസും കോമേഴ്സും ബാച്ചിൽ വരുന്ന എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ റിലേഷണൽ ആൾജിബ്രയിൽ വരുന്ന നെക്സ്റ്റ് ഓപ്പറേഷനാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. പ്രൊജക്റ്റ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ആട്രിബ്യൂട്ടുകൾ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ആട്രിബ്യൂട്ട്സ് ആയിട്ടാണോ നമുക്ക് കാണേണ്ടത്. ഒരു ടേബിളിൽ ഇപ്പോൾ അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നെയിമും ബാച്ചും മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നെയിമും ബാച്ചും മാത്രം, ആ ഒരു കോളം മാത്രം, അങ്ങനെ കാണിക്കാനാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യുക. ദ പ്രൊജക്റ്റ് ഓപ്പറേഷൻ സെലക്ട്സ് certain attributes from the table and forms a new relation. നമുക്ക് ഏത് ടേബിളിൽ നിന്നാണോ ആട്രിബ്യൂട്ട്സുകൾ ഫെച്ച് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ടുകളെ മാത്രം എടുത്തിട്ട് വേറൊരു റിലേഷനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ പൈ ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലോവർ കേസ് ലെറ്റർ പൈ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്, എങ്ങനെയാണ് ആട്രിബ്യൂട്ട്സുകൾ ഫെച്ച് ചെയ്യാനായിട്ട് എങ്ങനെയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ എഴുതുക? അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പൈ A1, A2, എക്സെട്ര AN ഓഫ് റിലേഷൻ. പൈ എന്ന് എഴുതിയിട്ട് അതിൻ്റെ സഫിക്സ് ആയിട്ട് ഏത് കോളംസ് ആണ് നമുക്ക് വേണ്ടത്, അതായത് ആട്രിബ്യൂട്ട്സ് ആണ് വേണ്ടത്, അതിങ്ങനെ കോമയിട്ട് എഴുതുക. എന്നിട്ട് റിലേഷൻ ഏതാണോ അത് ബ്രാക്കറ്റിൽ എഴുതുക.
ഇവിടെ നമുക്ക് എക്സാമ്പിൾ 8.4 നോക്കാം. സെലക്ട് നെയിം, റിസൾട്ട് ആൻഡ് മാർക്സ് ആട്രിബ്യൂട്ട്സ് ഇൻ സ്റ്റുഡൻറ്റ് റിലേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റുഡൻറ്റ് റിലേഷനിലെ നെയിമും റിസൾട്ടും മാർക്സും ഇത്രയും ആട്രിബ്യൂട്ടുകളെ കാണിക്കണം. അപ്പോൾ വേറെ കണ്ടീഷനോ ഒന്നുമില്ല അല്ലേ, ഈ ആട്രിബ്യൂട്ട്സുകളെ മാത്രം കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പൈ നെയിം കോമ മാർക്സ് കോമ റിസൾട്ട്. ഈ ആട്രിബ്യൂട്ടുകളല്ലേ വേണ്ടേ ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ ടേബിൾ 8.7 നെയിം, മാർക്സ്, റിസൾട്ട് ഇത്രയും ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് എക്സാമ്പിളാണ് എക്സാമ്പിൾ 8.5. ടു സെലക്ട് അഡ്മിഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അഡ്മിഷൻ നമ്പറും നെയിമും നമുക്ക് കാണണം. അതായത് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ മാത്രം. അപ്പോൾ പ്രൊജക്റ്റ് ഓപ്പറേഷനും സെലക്ട് ഓപ്പറേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം നമുക്ക് എഴുതാൻ. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് അഡ്മിഷൻ നമ്പറും നെയിമും മാത്രം കാണിച്ചാൽ പോരാ അല്ലേ, ആ ആട്രിബ്യൂട്ടുകളെ മാത്രം കാണിച്ചാൽ പോരാ, അവിടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. പൈ ADM NO കോമ നെയിം അല്ലേ, ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് കാണിക്കണം. അഡ്മിഷൻ നമ്പറും നെയിമും അത് നമ്മൾ എഴുതി. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തതാണ്? സെലക്ട് ഓപ്പറേഷനും കൂടി എഴുതാണ്. സിഗ്മ റിസൾട്ട് ഈക്വൽ ടു EHS ഓഫ് സ്റ്റുഡൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അഡ്മിഷൻ നമ്പറും നെയിമും കോളംസ് കാണാൻ പറ്റും. എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതോടെ ടേബിൾ 8.8 നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിളാണ് എക്സാമ്പിൾ 8.6. ടു സെലക്ട് നെയിം ആൻഡ് മാർക്സ് ഓഫ് ദോസ് സ്റ്റുഡൻസ് ഇൻ ദ ഹ്യൂമാനിറ്റീസ് ബാച്ച് ഹു ആർ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പ്രൊജക്റ്റ് ഓപ്പറേഷനിൽ കാണിക്കേണ്ടത് നെയിമും മാർക്സുമാണ്. നെയിം, മാർക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് കാണിക്കേണ്ടത്. പക്ഷെ എന്താ ഒരു കണ്ടീഷൻ ഉള്ളത്? ഹ്യൂമാനിറ്റീസ് ബാച്ചും ആയിരിക്കണം, നോട്ട് എലിജിബിളും ആയിരിക്കണം. അത് 2 കണ്ടീഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പൈ നെയിം കോമ മാർക്സ്. നെയിമും മാർക്സാണ് കാണിക്കേണ്ടത്. അപ്പോൾ പൈ നെയിം കോമ മാർക്സ്. കണ്ടീഷൻ എന്താ? സിഗ്മ റിസൾട്ട് ഈക്വൽ ടു NHS ആൻഡ് ബാച്ച് ഈക്വൽ ടു ബാച്ച് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ് ഓഫ് സ്റ്റുഡൻറ്റ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോട്ട് എലിജിബിൾ ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് ബാച്ച് ആയിട്ടുള്ള കുട്ടികളുടെ മാർക്സും നെയിമും മാത്രമുള്ള ടേബിൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേഷനാണ് യൂണിയൻ ഓപ്പറേഷൻ. നമുക്ക് ജസ്റ്റ് മാത്സിലൊക്കെ കെട്ടുപിടിച്ചുള്ള ഇതാണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറയുന്നത്. സെയിം ആ ഒരു ലോജിക്ക് തന്നെയാണ് ഇവിടെ. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 റിലേഷൻസ് നമുക്ക് തരും, 2 ടേബിൾസ് നമുക്ക് തരും. അവിടെ തമ്മിൽ കമ്പൈൻ ചെയ്യുക, യൂണിയൻ ചെയ്യുക, അതാണ്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിയൻ ഓപ്പറേഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ഓൾ ടപ്പിൾസ് അപ്പിയറിങ് ഇൻ എയ്തർ ഓർ ബോത്ത് ഓഫ് ദി 2 സ്പെസിഫൈഡ് റിലേഷൻ. ഇപ്പോൾ ആർട്സ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, സ്പോർട്സ് എന്ന് പറയുന്ന ഒരു റിലേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തമ്മിൽ നമ്മൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇതിലത്തെ ഈ 2 എണ്ണത്തിലത്തെയും ഫുൾ റെക്കോർഡുകളായിട്ട് ഒരൊറ്റ ടേബിളായിട്ട് നമുക്ക് വരും. പക്ഷെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, യൂണിയൻ കോമ്പാറ്റബിൾ ആയിട്ടുള്ള റിലേഷൻസ് മാത്രമേ നമുക്ക് യൂണിയൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ആർട്സ് റിലേഷൻ എടുക്കുക, ഇവിടെ അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച് കോഡ്. സ്പോർട്സ് റിലേഷൻ എടുക്കുക, അവിടെയും അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച് കോഡ് അല്ലേ, സെയിം കോളംസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തമ്മിൽ നമുക്ക് യൂണിയൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇനി 4 ആട്രിബ്യൂട്ട് ഒരെണ്ണത്തിലും 3 ആട്രിബ്യൂട്ട് ഒരെണ്ണത്തിലും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം, അത് നമുക്ക് മസ്റ്റാണ്. പിന്നെ നമുക്ക് യൂണിയൻ ഓപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ യൂണിയൻ്റെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യു എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആർട്സ് റിലേഷനും സ്പോർട്സ് റിലേഷനും നമ്മൾ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഇവിടെ ടേബിൾ 8.12 അതിൽ തന്നിട്ടുണ്ട്. ഈ 2 ടേബിളിലത്തെയും ഫുൾ റെക്കോർഡുകൾ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിളാക്കിയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ റിലേഷനായിട്ട് നമുക്ക് തരും. നെക്സ്റ്റ് ആണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ നമുക്കറിയാം, യൂണിയൻ ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിലെയും ഫുൾ റെക്കോർഡുകളെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് തരും അല്ലേ. ഇൻ്റർസെക്ഷൻ ആണെങ്കിലോ, ഇൻ്റർസെക്ഷൻ ആകുമ്പോൾ 2 റിലേഷനെ ഇൻ്റർസെക്ഷൻ ചെയ്യുന്ന സമയത്ത് 2ലും കോമൺ ആയിട്ട് വരുന്ന റെക്കോർഡുകളെ മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. അപ്പോൾ അവിടെ നോക്കാം, ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ ഈസ് ഓൾസോ എ ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ദ ടപ്പിൾസ് അപ്പിയറിങ് ഇൻ ബോത്ത് ഓഫ് ദ 2 സ്പെസിഫൈഡ് റിലേഷൻ. 2 റിലേഷനിലും
വരുന്ന രണ്ടിലും കോമൺ ആയിട്ടുള്ള റെക്കോർഡ്സുകളെ മാത്രമായിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ്റെ സിമ്പൽ ഇവിടെയാണ്. ആർട്സും സ്പോർട്സും രണ്ട് റിലേഷൻ നമുക്ക് ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഇൻ്റർസെക്ഷൻ്റെ സിമ്പൽ ഈ യു എന്ന് പറയുന്നത് തിരിച്ചിടുക, താഴേക്കായിട്ട് ഇടുക. അപ്പോൾ അതാണ് സിമ്പൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ആർട്സും സ്പോർട്സും രണ്ട് ടേബിൾ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ റിസൾട്ട് ടേബിൾ 8.13 തന്നിട്ടുണ്ട്. 3 റെക്കോർഡ്സേ ഉള്ളൂ, കാരണം 103, 106, 132 ഇത് രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ മാത്രമായിട്ടായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. നെക്സ്റ്റ് ആണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. സെറ്റ് ഡിഫറൻസ് മൈനസ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം. സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ ഈസ് ഓൾസോ ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ദ ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ദ ഫസ്റ്റ് റിലേഷൻ ബട്ട് നോട്ട് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. സെക്കൻഡ് റിലേഷനിലുള്ള റെക്കോർഡ്സുകൾ ഫസ്റ്റ് റിലേഷനിലുണ്ടെങ്കിൽ അവിടെ കളയും, എന്നിട്ട് ബാക്കിയുള്ളതായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ മൈനസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, രണ്ടാമത്തെ ഓപ്പറാൻഡ് ഫസ്റ്റ് ഓപ്പറാൻഡിൽ നിന്ന് കളയാന്നുള്ളതല്ലേ. അപ്പോൾ രണ്ടാമത്തെ റിലേഷനിലുള്ള റെക്കോർഡ്സ് ഫസ്റ്റ് റിലേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആർട്സ് മൈനസ് സ്പോർട്സും ചെയ്യാം, സ്പോർട്സ് മൈനസ് ആർട്സും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഡിനോട്ട് ചെയ്യുന്നത് മൈനസ് എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ രണ്ട് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ആർട്സ് സ്പോർട്സ് നമുക്ക് നേരത്തെ തന്ന ടേബിളിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ എക്സാമ്പിൾ നോക്കാൻ. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടേബിൾ 8.14 അതിൽ ആർട്സ് മൈനസ് സ്പോർട്സ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടാണ്. അതായത് സ്പോർട്സിലുള്ള കണ്ടൻറ്റ് ആർട്സിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റിസൾട്ടായിരിക്കും നമുക്കിവിടെ കിട്ടുക. അതുപോലെ ടേബിൾ 8.15 അതിൽ വരുന്നത് സ്പോർട്സ് മൈനസ് ആർട്സ്. അതായത് ആർട്സിലുള്ള റെക്കോർഡുകൾ സ്പോർട്സ് എന്ന് പറയുന്ന റിലേഷനിലുണ്ടെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള റെക്കോർഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത്രയാണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഓപ്പറേഷനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് റിട്ടേൺസ് എ റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടപ്പിൾസ് ഫ്രം 2 റിലേഷൻ. അതായത് ഇപ്പോൾ 2 റിലേഷൻ ഉണ്ട്, 2 ടേബിളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ എടുക്കുക. നമ്മൾ ഇത്ര നേരം നോക്കിയ മുന്നത്തെ ടേബിൾ സ്റ്റുഡൻറ്റ് റിലേഷൻ, ഇവിടെ ഒരു ടീച്ചർ റിലേഷനും കൂടി ഉണ്ട്. അപ്പോൾ 2 ടേബിളുകളെ 2 റിലേഷൻസിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസിബിളായിട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും ആയിട്ട് നമുക്കത് കാണിച്ചു തരും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് റിലേഷനിൽ നമുക്കറിയാം 101, 103, 106 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റെക്കോർഡുകളുണ്ട് അല്ലേ. അതിൽ പേരുണ്ട്, ബാച്ച് കോഡ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ടീച്ചർ റിലേഷനിൽ ആകെ 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ടീച്ചർ ഐ ഡിയും നെയിമും ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ 8.17 എന്ന് പറയുന്ന ടേബിളായിരിക്കും. കണ്ട 101 എന്ന് പറയുന്ന ആ റിസൾട്ടിൽ ആ ഒരു റെക്കോർഡിന് നമ്മൾ ഈ 2 ടീച്ചർ എന്ന് പറയുന്ന റിലേഷനിലെ 2 റെക്കോർഡ്സും കൂടി ചേർത്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റണേ. അപ്പോൾ പോസിബിൾ അതായത് 2 റിലേഷനിൽ വരുന്ന എല്ലാ റെക്കോർഡുകളിലും എടുത്തിട്ട് പോസിബിളായിട്ട് എത്രയൊക്കെ കോമ്പിനേഷൻ ഇറക്കാൻ പറ്റുമോ അത്രയും കോമ്പിനേഷൻസ് ആയിട്ട് നമുക്കത് കാണിച്ചു തരും. അതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, 8th ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. SQLനെ പറ്റിയിട്ടും ഡാറ്റാബേസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് SQLനെ ഡീപ്പായിട്ട് പഠിക്കുകയാണ്. എങ്ങനെയാണ് കൊറിയൻ ലാംഗ്വേജ്, എന്താണ് SQL എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്.